വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ റൈസ് റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത്. സാധാരണ ബിരിയാണിയേക്കാളൊക്കെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്, വളരെ രുചികരമാണ്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ റെഡിയാക്കുന്നത് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 5 സവാള എടുത്തിട്ടുണ്ട്. മീഡിയം സൈസ് ആയിട്ടുള്ള 5 സവാളയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് നന്നായിട്ട് നേരിയതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. കൈ വെച്ചിട്ട് ഈ സവാളയുടെ ഇതളുകളൊക്കെ ഒന്ന് സോഫ്റ്റാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സവാള കുറേശ്ശെ ഇട്ടിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കണം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കൊരു 5 സവാള എടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു 4 പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. നമുക്ക് വേണമെങ്കിൽ വലിയ പാനിൽ കുറച്ചധികം ഓയിലെടുത്തിട്ട് ഫ്രൈ ആക്കുക. എന്നാൽ വെറുതെ ആ ഓയിൽ വേസ്റ്റായി പോവും. അപ്പോൾ ഇങ്ങനെ കുറേശ്ശെയായിട്ട് ഇട്ടിട്ടാണ് ഞാനിപ്പോൾ ഫ്രൈ ആക്കി എടുക്കുന്നത്. ഇടയ്ക്കിടെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, എങ്കിലേ സവാള എല്ലാ ഭാഗത്തും ഒരുപോലെ മുരിഞ്ഞ് കിട്ടുകയുള്ളൂ. നന്നായിട്ട് മുരിഞ്ഞ് നമുക്ക് പൊടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ട് നല്ല ഗോൾഡൻ കളറായിട്ട് കിട്ടണം. ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. സവാള ഞാനൊരു 4-5 പ്രാവശ്യമായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. സവാള പ്ലേറ്റിലേക്ക് ഇട്ട ഉടനെ തന്നെ ഇങ്ങനെ കൈ വെച്ചിട്ടൊന്ന് വിടർത്തിയിട്ട് കൊടുക്കുക. അങ്ങനെയാവുമ്പോൾ ഇത് വാടിപ്പോവാതെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ഇതുപോലെ എല്ലാ ഭാഗത്തായിട്ടൊന്ന് നിരത്തി കൊടുക്കുക. ഇനി ബാക്കിയുള്ള എല്ലാ സവാളയും ഇതേപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. 5 സവാളയും ഞാനിപ്പോൾ ഫ്രൈ ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൽ നിന്നും കുറച്ച് ഭാഗം എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. ഒരു 1/4 കപ്പ് അല്ലെങ്കിൽ 1/2 കപ്പ് മാത്രം മതി അവസാനം ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാനായിട്ടാണ്. ഇനി ബാക്കിയുള്ള സവാള മുഴുവനും നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഫ്രൈ ചെയ്ത സവാള മുഴുവനും ഞാനിപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഞാനിവിടെ 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. കുറച്ച് ഇടത്തരം കഷ്ണങ്ങളായിട്ടാണ് ചിക്കൻ കട്ട് ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഒരു സ്ട്രെയിനറിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. ചിക്കനിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഫ്രൈ ചെയ്ത സവാളയിൽ നിന്നും ഒരു 1/4 ഭാഗത്തോളം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് ഭാഗം മാത്രം ഞാനിവിടെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ, ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഒരു വലിയ അല്ലി 14 വെളുത്തുള്ളി ചതച്ചതും അതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടെ ചതച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുള്ളതാണ്. അത് ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 10 പച്ചമുളക് ചതച്ചെടുത്തിട്ടുണ്ട്, അതുകൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാല പൗഡർ കൂടെ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് അളവിൽ തൈര് കൂടെ ചേർക്കുന്നുണ്ട്. അല്പം ലെമൺ ജ്യൂസ് ചേർക്കുക. ഞാനിപ്പോൾ ഒരു ചെറുനാരങ്ങേൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്, അതുകൂടെ ചേർത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ അളവിൽ പുതിനയില അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. പുതിനയില വളരെ കുറച്ചാണ് ചേർക്കുന്നത്. ഇനി ഒരു കൈപ്പിടി നിറയെ മല്ലിയില കൂടെ ചേർത്തിട്ടുണ്ട്. എപ്പോഴും പുതിനയിലേക്കാൾ കൂടുതൽ മല്ലിയില ചേർക്കുന്നതാണ് നല്ലത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ചിക്കൻ്റെ എല്ലാ വശങ്ങളിലും എല്ലാ മസാലയും എത്തുന്ന രീതിയിൽ നല്ല പ്രസ്സാക്കിയിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ചിക്കനിലേക്ക് ഈ മസാലകളൊക്കെ നന്നായിട്ട് പിടിച്ചിരിക്കണം. കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ അടച്ച് വെക്കുക. 1 മണിക്കൂറെങ്കിലും നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. ഇനി സമയമില്ല എന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും ഇങ്ങനെ അടച്ച് വെക്കണം. അപ്പോഴാണ് ചിക്കൻ ശരിക്കും മസാലയൊക്കെ പുരണ്ട് കിട്ടിയിട്ട് നല്ല സോഫ്റ്റായിട്ട് വരികയുള്ളൂ. ഞാനിവിടെ ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് 3 പ്രാവശ്യം ഒന്ന് കഴുകിയിട്ട് എടുക്കണം. നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു അരമണിക്കൂർ നമുക്കിതിവിടെ കുതിരാനായിട്ട് മാറ്റി വെക്കുക.
ഇപ്പോൾ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട്. നമ്മുടെ ചിക്കനിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്കിത് റെഡിയാക്കി തുടങ്ങാം. അതിനായിട്ടൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. പശു നെയ്യാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നെയ്യ് ഇഷ്ടമുള്ളവർക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ കൂടെ നെയ്യ് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഞാനിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നുണ്ട്. നേരത്തെ സവാള ഫ്രൈ ആക്കാൻ എടുത്തിട്ടുള്ള സെയിം ഓയിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയേക്കാൾ നല്ലത് സൺഫ്ലവർ ഓയിലാണ്. ഈ ഒരു റൈസ് റെസിപ്പിക്ക് വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് അത്ര മാച്ചാവില്ല. അപ്പോൾ ഇതാ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ മസാല പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരല്പം ഫ്ലെയിം കൂട്ടി വെച്ചോളൂ. ഈ സമയത്ത് ചിക്കനും അതിൻ്റെ കൂടെയുള്ള മസാലയും പാനിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിത് ഹൈ ഫ്ലെയിമിലാക്കിയതിട്ട് തന്നെ ഒരു 3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഇളക്കി ഒന്ന് ചിക്കൻ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കുക. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ഇതാ ഒരു 3 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. ചിക്കൻ്റെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് അടച്ച് വെക്കാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കിത് വേവിച്ചിട്ടെടുക്കുക. ഒരു 10 മിനിറ്റ് സമയം കൊണ്ട് തന്നെ ചിക്കൻ റെഡി ആയിട്ട് വരും. ചിക്കൻ അവിടെ വെന്ത് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് അരി വേവിച്ചിട്ടെടുക്കണം. അരി വേവിക്കാനായിട്ട് ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ചധികം വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം നല്ലോണം വെക്കണം. വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ചോറിങ്ങനെ ഒട്ടി പിടിക്കുന്ന പോലെ ഉണ്ടാവും. നമ്മൾ സാധാരണ ചോറ് വെക്കുന്നതൊക്കെ പോലെ തന്നെ ചോറ് വേവിച്ചിട്ട് ഊറ്റിയെടുക്കാനുള്ളതാണ്. വെള്ളത്തിലേക്ക് 2-3 കഷ്ണം പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ബേ ലീഫ് കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 4-5 ഏലക്ക കൂടെ ഇട്ടിട്ടുണ്ട്. 4 ഗ്രാമ്പു കൂടെ ഇട്ടിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വരെ ഓയിൽ ചേർക്കുക. സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇനി ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി വെള്ളം നന്നായിട്ട് തിളച്ച് വരട്ടെ. വെള്ളം നന്നായിട്ട് ചൂടായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഊറ്റി വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മളൊരു അരമണിക്കൂർ ബസ്മതി റൈസ് ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് റെഡിയായിട്ട് വരും. ഇത് ഒരുപാട് വെന്ത് കുഴഞ്ഞു പോവരുത്. ഒരു 80% മാത്രമേ ഇത് വേവാവൂ. അരി വെന്ത് കുഴഞ്ഞു പോയാൽ നമ്മുടെ റൈസ് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. നമ്മുടെ അരി ഇവിടെ പാകത്തിന് വെന്തിട്ടുണ്ട്. ഞാനിതിവിടെ ഊറ്റി വെക്കാണ്. ഈ സമയത്ത് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുള്ള ചിക്കൻ റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കുക. ചിക്കനൊക്കെ ഏകദേശം ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഒരു ഇത്തിരി കൂടെ വേവാനുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ വേവ് നോക്കിയപ്പോൾ അല്പം കൂടെ വെന്ത് വരാനായിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം കൂടെ ഇവിടെ അടച്ച് വെക്കുകയാണ്. ചിക്കനിൽ നിന്ന് അല്പം വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ തീ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അല്പസമയത്തിന് ശേഷം ഞാൻ ചിക്കന് തുറന്ന് നോക്കിയിട്ടുണ്ട്. നമ്മുടെ മസാലയൊക്കെ പാകത്തിന് വെന്ത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇത് കുറച്ച് സമയം കൂടെ ഞാനിതൊന്ന് തുറന്ന് വെച്ചിട്ട് ഇതിലിത്തിരി വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുകയാണ്. നമ്മുടെ ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് കുറച്ച് വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം പശു നെയ്യ് ചേർത്തിട്ടുണ്ട്. നെയ്യ് ഒരു 1/2 ടേബിൾ സ്പൂൺ അളവ് മുതൽ 3 ടേബിൾ സ്പൂൺ വരെ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചോറിൻ്റെ 1/3 ഭാഗം ഈ സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മസാല വെച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന സവാള പൊടിച്ചതിൽ നിന്നും അല്പം നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് മുകളിൽ ഇങ്ങനെ സ്പ്രെഡാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ മസാലയും അതിൻ്റെ ഗ്രേവിയും കൂടെ ചേർത്തിട്ടാണ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് വീണ്ടും ഇതിന് മുകളിലേക്കായിട്ട് ചോറിട്ട് കൊടുക്കുക. അതായത് നമ്മൾ നേരത്തെ 1/3 അടിയിൽ ചേർത്തിരുന്നത്. അപ്പോൾ ഇനിയുള്ളതിൻ്റെ പകുതി ചോറ് ചേർക്കുക. 3 ലെയറായിട്ടാണ് ചോറ് ചേർക്കുന്നത്. അപ്പോൾ എടുത്തു വെച്ചതിൻ്റെ പകുതി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി ബാക്കി ഉണ്ടായിരുന്ന ചിക്കൻ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ആ ചിക്കൻ വെച്ചിട്ടുണ്ടായിരുന്ന പാത്രത്തിലേക്ക് കുറച്ച് ചോറിട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. അതും കൂടെ ഈ പാനിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ബാക്കി ഉണ്ടായിരുന്ന ചോറ് കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ മുഴുവൻ ചോറും ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞു കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കളർ ചേർക്കണം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാഫ്രോൺ പാൽ കലക്കിയിട്ട് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഫുഡ് കളർ ചേർക്കുക. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് യെല്ലോ കളറോ ഓറഞ്ച് കളറോ ഗ്രീൻ കളറോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ല കളർഫുള്ളായിട്ട് കിട്ടും. ഞാൻ പൊതുവെ കളറൊന്നും ഉപയോഗിക്കാറില്ല. അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾ വെള്ളത്തിൽ കലക്കിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നേരത്തെ ഗാർണിഷ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിരുന്ന ഫ്രൈ ചെയ്തിട്ടുള്ള സവാള മുഴുവനായിട്ട് ഇതിന് മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം മല്ലിയില കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് കൂടെ ചേർക്കുന്നുണ്ട്. ഞാനൊരു 3/4 ടീസ്പൂൺ അളവിൽ പശു നെയ്യ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതിൽ എത്ര നെയ്യ് വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നെയ്യിന് പകരം നിങ്ങൾക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ അതും യൂസ് ചെയ്യാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇനി ഇതിവിടെ അടച്ച് വെച്ചിട്ട് ഏറ്റവും ചെറിയ തീയിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് സമയം നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇങ്ങനെ കുക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ അടിഭാഗം കരിഞ്ഞു പോവും. ഇനി നിങ്ങളെടുക്കുന്ന പാത്രം അടിഭാഗം കട്ടിയില്ലാത്തതാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു തട്ടോ മൂടിയോ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ പാത്രം വെച്ചിട്ട് ദം ചെയ്തെടുക്കുക. അപ്പോൾ ഒട്ടും കരിഞ്ഞൊന്നും പോവാതെ നമുക്ക് പെർഫെക്റ്റായിട്ട് തന്നെ റെഡി ആയിട്ട് വരും. ഒരു 10 മിനിറ്റ് സമയം വളരെ ലോ ഫ്ലെയിമിൽ ഒന്ന് ദം ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ അടിപൊളി ടേസ്റ്റിലുള്ള ഹൈദരാബാദി ചിക്കൻ ബിരിയാണി ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതേ രീതിയിലൊന്ന് ട്രൈ ആക്കി നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓറഞ്ച് ഗ്രീൻ കളറൊക്കെ ചേർക്കുകയാണെങ്കിൽ നല്ല കളർഫുള്ളായിട്ട് കിട്ടും കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർഫുള്ളായിട്ട് ചെയ്യാം. പക്ഷേ വീട്ടിൽ ഉപയോഗിക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ ഉണ്ടാക്കാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു റൈസ് റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ശരി, അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോൾ കാണാം. Thank you.